ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഓണസദ്യ. അപ്പോൾ ഞാൻ ഓണസദ്യയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഓരോ ദിവസമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിയലാണ്. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വഴുതനങ്ങ പിന്നെ ബീട്രൂട്ട് അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ അതാ നമ്മൾ വാഴൻ്റെ ഇല വെച്ചിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. ഇത് ഏട്ടൻ അങ്ങനെ വെക്കുന്നത്. വാഴൻ്റെ ഇലയുടെ ഒരു മണം ഉണ്ടാവുമല്ലോ, അത് നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കഷ്ണം ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു പാത്രത്തിൽ കട്ടി തൈര് ഉണ്ടായിരുന്നു, നല്ല പുളിപ്പുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ കഷ്ണം വെന്ത് വരുമ്പോഴേക്ക് ഒരു മുറി തേങ്ങ, വലിയ ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ജീരകവും ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല വെളിച്ചെണ്ണയും മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ ആവിയിൽ കിടന്നിട്ട് നമ്മുടെ ആ വെളിച്ചെണ്ണയുടെ മണം കൂടി